ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ്. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നര എന്നുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ പ്രായമുള്ളവർക്ക് മാത്രമായിരുന്നു നര. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും നര ഒരു വലിയ പ്രശ്നമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ നിന്നുമൊക്കെ ഹെയർ ഡേ മേടിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാകാറുണ്ട്. പലർക്കും അലർജി ഉണ്ടാകാറുണ്ട്, മുടി പൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അങ്ങനെ ഒരു ഹെയർ ഡേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതേസമയം ഇത് ഹോം മെയ്ഡ് നാച്ചുറൽ ഹെയർ ഡേ ആണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില കൂടി ഒരു 3-4 തണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഇല ഇതുപോലെ ഒന്ന് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് ഒത്തിരി കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ കടുവും കറിവേപ്പിലയും ഇവിടെ നല്ലതായിട്ടൊന്ന് മൂത്ത് റോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ആറുന്നിടം വരെ. അപ്പോൾ ആ ഒരു കടുവും കരിയാപ്പിലയും ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേയിലവെള്ളം അഥവാ ചായവെള്ളം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേയിലപ്പൊടി എന്ന് പറഞ്ഞാൽ മുടിക്ക് നാച്ചുറൽ കളർ നൽകാനും മുടിയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കരിയാപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പില വളരെ നല്ലതാണ്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. നമ്മൾ കറിവേപ്പില കൊണ്ട് നമ്മൾ എണ്ണയൊക്കെ മുടിയിൽ പുരട്ടാറുണ്ട്. മുടിക്ക് നല്ല കളർ കിട്ടാനും നല്ല കറുത്ത കളർ കിട്ടാനും മുടി തഴച്ച് വളരാനും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഈ ഒരു ചായപ്പൊടി ഇട്ട വെള്ളം ഒന്ന് തിളച്ച് അതിൻ്റെ എസൻസ് എല്ലാം ഒന്ന് ഇറങ്ങുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ചായവെള്ളം ഇവിടെ നന്നായിട്ട് തേയില ഇട്ട വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ആ ഒരു ചായവെള്ളം ഒന്ന് ആറി വരുമ്പോഴേക്കും നമ്മളിവിടെ പൊടിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കടുവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതാ അതിൻ്റെ ഒരു കളർ ഉണ്ട്, നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പില അതുപോലെ തന്നെ ഈ ഒരു കടുവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലൊരു കളറാണ്. അതുപോലൊക്കെ തന്നെ നല്ലൊരു സ്മെല്ലാണ് കടുവിൻ്റെ ആ ഒരു കരിവേപ്പിലയുടെയും കൂടി. ഇത് രണ്ടും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. ഇനി ഇത് നമുക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ആണി എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു മിശ്രിതത്തിനകത്തൊന്ന് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ പൊടിച്ചെടുത്ത ഈ ഒരു കടുവും കറിവേപ്പിലയും കൂടെ ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ്. മൈലാഞ്ചിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചി ഇതിൻ്റെ കൂടെ അരച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ മൈലാഞ്ചിപ്പൊടി അഥവാ ഹെന്ന പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് മൈലാഞ്ചിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല കമ്പനിയുടെ ഐറ്റംസ് തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം. മൈലാഞ്ചി അഥവാ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചി ഇലയെടുത്ത് തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേരാത്ത നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചിപ്പൊടി നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ മുടി തഴച്ച് വളരാനും മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. മുടിക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള കളർ നൽകാനും എല്ലാം വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചായവെള്ളം അഥവാ തേയിലവെള്ളം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇരുമ്പ് ചീനിച്ചട്ടി ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം കഴിവതും നിങ്ങൾ ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ആ ഒരു കടുകെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള കളറ് നൽകാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ് കടുക്. നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെയുള്ള കെമിക്കൽ ചെയ്യുന്ന ഹെയർ ഡൈ എടുത്ത് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിലും ഒക്കെ എത്രയോ നല്ലതാണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഇതുപോലൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതാകുമ്പോൾ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അത് തന്നെയല്ല, കെമിക്കൽ ഡൈ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇതാകുമ്പോൾ നമുക്കൊരു 2 പ്രാവശ്യമെങ്കിലും മാസത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചൊരു 8 തൊട്ട് 10 മണിക്കൂർ വരെ മാറ്റി വെക്കാം. നമ്മളൊരു 10 മണിക്കൂറിന് ശേഷം ഇത് പിന്നെ തുറന്നെടുക്കാവുന്നതാണ്. തുറന്നെടുക്കുമ്പോഴേക്കും ഇത് നിങ്ങൾക്ക്, ഞാനിപ്പോൾ 10 മണിക്കൂർ ആയിട്ടില്ല, അതിന് മുമ്പേ എടുത്തിട്ടുണ്ട്. ഒരു മിനിമം 8 തൊട്ട് 10 മണിക്കൂർ വരെ നിങ്ങൾ വെക്കണം. അപ്പോഴത്തേക്കും ഇതിലേക്ക് കുറേ കൂടെ നല്ല ബ്ലാക്ക് കളറാവും. ആ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ ഇരുമ്പ് സത്തെല്ലാം കൂടി ഇതിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മുടിക്ക് നല്ലതാണ്. മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ മുടി കട്ട കറുപ്പാവാനും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. പിറ്റേ ദിവസം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഷാമ്പു ഇട്ട്, മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഇട്ട് മുടിയെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇൻഡിഗോ പൗഡർ അഥവാ നീലിയമരിപ്പൊടി. നീലിയമരിപ്പൊടിയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ മുടി വളരാനുള്ള എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നീലിയമരിപ്പൊടി ചേർക്കാറുണ്ട്. ഈ നീലിയമരിപ്പൊടിയാണ് ശരിക്കും നമ്മുടെ ഹെയറിന് നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് കളർ നൽകുന്നത്. പിന്നെ അതുപോലൊക്കെ തന്നെ ഇതിലേക്ക് നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചിരിക്കുന്ന തേയിലവെള്ളം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ബാക്കി വെച്ചേക്കണം. അത് കളയരുത്. അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഈ ഒരു നീലയമരിപ്പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന തേയിലവെള്ളം ഇവിടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടുതൽ നമ്മളിത് വെച്ചേക്കരുത്. 10 മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീലയമരിപ്പൊടിയുടെ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീലയമരിപ്പൊടിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കണമെന്നില്ല. അതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്ന പരുവത്തിൽ നമുക്ക് ചായവെള്ളം ഒഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ തേയിലവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്തൊരു 8-10 മിനിറ്റ് നമുക്ക് വേണേൽ വെച്ചേക്കാവുന്നതാണ്. വെച്ചതിന് ശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഷാമ്പു ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഹെയർ ഫുള്ള് മുടി ഉള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം നിങ്ങൾക്ക് തല മൊത്തം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. ഇത് നിങ്ങൾക്ക് അധികം പഴക്കമില്ലാത്ത നരയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വെറും 1 മണിക്കൂർ മാത്രം നിങ്ങൾ പുരട്ടിയാൽ മതി. 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നും പുരട്ടണ്ട. അതുപോലെ തന്നെ 1 മണിക്കൂർ പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഇത് സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് തല കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളഞ്ഞതിന് ശേഷം അന്നും പിറ്റേ ദിവസവും നിങ്ങൾ ഷാമ്പു ഇടരുത്. 3-ാമത്തെ ദിവസം നമ്മൾ പുരട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഷാമ്പു ഇട്ടിട്ട് തലമുടി നന്നായിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ അധികം പഴക്കമില്ലാത്ത നരയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ ഒത്തിരി ഉപയോഗിച്ചവരാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം, ഒരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും. നമ്മൾ ഇതിനകത്ത് യാതൊരു കെമിക്കലും ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്ത, എനിക്ക് പനിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക.